Hello students. Next നമുക്ക് നോക്കാനുള്ളത് കോമൺ മാർക്കറ്റ് ആണ്. കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻസ് ആണ്. അപ്പോൾ എന്താണ് കോമൺ മാർക്കറ്റ് എന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അതിന്റെ മീനിങ് എന്താണ്? കോമൺ മാർക്കറ്റ് ഈസ് എക്കണോമിക് ഇന്റഗ്രേഷൻ ഇൻ വിച്ച് ഈച്ച് മെമ്പർ കൺട്രി സപ്ലൈ യൂണിഫോം എക്സ്റ്റേണൽ താരിഫ് ആൻഡ് എലിമിനേറ്റ് ട്രേഡ് ബാരിയേഴ്സ് ഫോർ ഗുഡ്സ് സർവീസസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പം എന്താണ് പറയുന്നത്? കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് ഇൻ വിച്ച് ഇതിലുള്ള മെമ്പർ കൺട്രി സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഒരു യൂണിഫോം എക്സ്റ്റേണൽ താരിഫും അതുപോലെ തന്നെ എലിമിനേറ്റ് ട്രേഡ് ബാരിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് സർവീസസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ബിറ്റ്വീൻ ദം. ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഗുഡ്സ് ആൻഡ് സർവീസസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെ മൂവ് ചെയ്യാൻ പറ്റും കൺട്രീസ് തമ്മിൽ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവര് ഫോളോ ചെയ്യുന്ന എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ള എക്സ്റ്റേണൽ താരിഫ് ആണ്. ഇവർ ഈസി ആയിട്ട് ട്രേഡ് ബാരിയേഴ്സിനെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ മോർ അഡ്വാൻസ്ഡ് എക്കണോമിക് ഇന്റഗ്രേഷൻ സ്റ്റേജ്. ഇത് നല്ലൊരു അഡ്വാൻസ്ഡ് എക്കണോമിക് ഇന്റഗ്രേഷൻസ് ആണ്. ഏതിന്റെ ആഫ്റ്റർ ആണ് ഫ്രീ ട്രേഡ് ഏരിയയും കസ്റ്റംസ് യൂണിയനിന്റെയും ബാക്കിൽ വരുന്ന ഒരു എക്കണോമിക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഇന്റഗ്രേഷൻസ് ആണ്. ബട്ട് ബിഫോർ ദി എക്കണോമിക് യൂണിയൻ. ഞാൻ ഇതിന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ്. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ് കോമൺ മാർക്കറ്റിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇത് ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ ആൻഡ് വാസ് ഫോംഡ് ഇൻ 1958. ഇത് ഫോം ചെയ്തത് 1958 ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വാസ് ടു പ്രൊവൈഡ് ഫോർ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ, സർവീസസ് ആൻഡ് ലേബർ വിത്തിൻ ദി യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനുള്ളില് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആയിട്ട് ഗുഡ്സ്, ക്യാപിറ്റൽ, സർവീസസ് ആൻഡ് ലേബറിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തത് 1958. ദെൻ ഇനിഷ്യലി EEC consists of Belgium, Germany, France, Italy, ലക്സംബർഗ് ആൻഡ് ദ നെതർലാൻഡ്. ആദ്യമായിട്ട് ഇത് ഫോം ചെയ്തത് 5 കൺട്രീസുമായിട്ടാണ്. 5 കൺട്രീസ് ആണ് ഇതിൽ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്തു? 22 കൺട്രീസ് ജോയിൻ ചെയ്തു. ദെൻ ഇപ്പോ 1993 വരെ 27 മെമ്പർ കൺട്രീസ് ആണ് ഇതില് ജോയിൻ ചെയ്തിട്ടുള്ളത്. ജനുവരി 2020 എന്തായി? യുണൈറ്റഡ് കിങ്ഡം ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലെഫ്റ്റ് ആവുമായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇത് ഫോം ചെയ്തത് 5 കൺട്രീസുമായിട്ട്, പിന്നെ 22 കൺട്രീസ്, പുതിയ 22 കൺട്രീസും ഇതിൽ മെമ്പർ കൺട്രീസ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇത്രയാണ് അതിന്റെ എക്സാമ്പിൾസിൽ വരുന്നത്. ദെൻ ഇതിന്റെ കോമൺ മാർക്കറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോ ഫ്രീലി എമംഗ് മെമ്പേഴ്സ്. മെമ്പർ കൺട്രീസിന് എന്ത് ചെയ്യാം? ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ട്രേഡ് ബാരിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം പോളിസീസ് ആണ്. ഒരേ പോളിസീസ് ആണ്, ഫിക്സഡ് പോളിസീസ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ക്യാൻ മൂവ് ഫ്രീലി ബിറ്റ്വീൻ മെമ്പർ കൺട്രീസിൽ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ കോമൺ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ദ മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ. മാർക്കറ്റ് എങ്ങനെയാണ്? സൈസ് എന്ന് പറയുന്നത് ബിഗ് സൈസ് ആണ്. കമ്പനീസ് ക്യാൻ ഫ്രീലി സെൽ ഇൻ മെമ്പർ കൺട്രീസ് മാർക്കറ്റ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് അൺഫെയർ കോമ്പറ്റീഷൻ ഡ്യൂ ടു ട്രേഡ് ബാരിയേഴ്സ്. മെമ്പർ കൺട്രീസിന് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഇതിന്റെ അകത്ത് എൻ്റർ ആവാനും പ്രോഡക്റ്റുകൾ സെയിൽസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അൺഫെയർ കോമ്പറ്റീഷൻസും ട്രേഡ് ബാരിയേഴ്സും ഒക്കെ ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ബ്രോഡർ മാർക്കറ്റ് അലോസ്, വലിയ നമ്മൾ പറഞ്ഞല്ലോ ഇത് ബ്രോഡർ മാർക്കറ്റ് ആണ്. അലോസ് ടു അച്ചീവ് ഹയർ അത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽസ്, ഹയർ ഇൻകം ആണ് ഇത് ഏൺ ചെയ്യുന്നത്. അതുപോലെ ആവറേജ് കോസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അലോക്കേഷൻസ് എന്ന് പറയുന്നത് മോർ എഫിഷ്യന്റ് ആണ്. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് മൂവ് ഫ്രീലി എമംഗ് മെമ്പർ കൺട്രീസ് ഫോർ ദെയർ മോർ എഫിഷ്യന്റ് യൂസ്. മെമ്പർ കൺട്രീസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റിസോഴ്സസിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ആ റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാകും, മോർ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് നോക്കാം, പ്രോസ്പെറസ് എക്കോണമി നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് സെക്കൻഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. തേർഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഇൻക്രീസസ്. ഇത് കൂടുതലായിട്ട് കോമ്പറ്റീഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഡൊമസ്റ്റിക് കൺട്രീസിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള കൺട്രീസിലുള്ളവരും ഇതുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, പുതിയ ഇന്നവേഷൻ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്സുകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ മെത്തേഡുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളും ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് വൈഡർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ദ വർക്ക് ഫോഴ്സ് ഈസ് മോർ ജോഗ്രഫിക്കലി മൊബൈൽ എമംഗ് മെമ്പർ കൺട്രീസ്, സോ ദേ ക്യാൻ ലുക്ക് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ടു അതർ മെമ്പർ കൺട്രീസിന് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി മെമ്പർ കൺട്രീസിന്. നെക്സ്റ്റ് വൺ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, കൺസ്യൂമേഴ്സിന് ഇത് ബെനിഫിറ്റ് ആണ്. നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എൻവയറൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യാം, ചീപ്പ് ആൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുന്ന ബെനിഫിറ്റ്സുകൾ ഇതിലുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസിൽ പറഞ്ഞത് എന്തൊക്കെയാണ്, ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഇതില് ഫ്രീ ആയിട്ട് മെമ്പർ കൺട്രീസിന് എൻ്റർ ആവാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈസി ആയിട്ട് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻസ് കൂടുതലാണ്. കോമ്പറ്റീഷൻസ് കൂടുമ്പോൾ അത് എന്താ ഉണ്ടാവുക, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് വൈഡർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് ഇത് ബെനിഫിഷ്യബിൾ ആണ്. നെക്സ്റ്റ് ഡ്രോബാക്സ് ഉണ്ട്. അഡ്വാൻറ്റേജസിനെ പോലെ എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫസ്റ്റ്, കോമ്പറ്റീഷൻ റിസ്ക് ഇൻക്രീസസ്. എന്താണ് ഇൻക്രീസ് ആവുന്നത്, കോമ്പറ്റീഷൻസ് കൂടുമ്പോൾ റിസ്ക് ഇൻക്രീസ് ആവുന്ന എങ്ങനെയാണ്, ഇൻഡീഡ് ദ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ഇന്നോവേഷൻസ് ആൻഡ് എഫിഷ്യൻസി ഇൻ ദി എക്കോണമി, ബട്ട് ഇറ്റ് ആൾസോ ഇൻക്രീസ് ദ ഫെയിലിയർ റിസ്ക് ഫോർ ഡൊമസ്റ്റിക് ഫോം. ഡൊമസ്റ്റിക് ഫോമിന് ഇതൊരു ഫെയിലിയർ ആണ്. നമ്മളിപ്പം ഔട്ട് ഓഫ് കൺട്രീസുമായിട്ട് നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡൊമസ്റ്റിക് കൺട്രീസിന് അതുമായിട്ട് നമുക്ക് ടെക്നോളജി ആയാലും ഏത് ഇന്നോവേഷൻ ടെക്നിക്സ് ആയാലും അതുമായിട്ട് നമുക്ക് ഫേസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് ഇതിൽ ഒരു വലിയ ഡ്രോബാക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് ഫോഴ്സ് ഈസ് വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി immobile. Indeed, workers can move from one country to another member countries. However, their mobility may still be limited due to inadequate skills and educations. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെമ്പർ കൺട്രീസിൽ മറ്റൊരു മെമ്പർ കൺട്രീസിൽ വർക്കേഴ്സ് മൂവ് ആവുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്, അവരുടെ സ്കിൽസും എഡ്യൂക്കേഷൻസ് പവറും അത് എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റഡ് ആണ്. ഇപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇത് വർക്കേഴ്സിന്റെ പാർട്ട് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് എന്താണ്, വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഡ്രോബാക്സും ഏതിലുണ്ട്, കോമൺ മാർക്കറ്റിൽ ഉണ്ട്. അപ്പൊ കോമൺ മാർക്കറ്റ് എന്താണെന്ന് പറയുമ്പോൾ, കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻസ് ആണ്. ഇവിടെ ഉള്ള മെമ്പർ കൺട്രീസ് എല്ലാം ഫോളോ ചെയ്യുന്ന എന്താണ്, ഒരേ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ടാരിഫ് ആണ്. അതുപോലെ തന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഇവർക്ക് ഫ്രീ ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതെല്ലാം ആർക്ക് മാത്രമാണ് പറ്റുന്നത്,
മെമ്പർ കൺട്രീസിനാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ആയിട്ടുള്ള അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്രയാണ് ഇതിൽ നോക്കാൻ ഉള്ളത്.